ആർഷോ രാവിലെ കറുത്ത കരയൻ മുണ്ടൊക്കെ കൊടുത്ത് ഇന്ന് പച്ചയാണല്ലേ, പച്ചക്കരയും പച്ച ഷർട്ടുമാണല്ലേ? പച്ചയാണല്ലേ? ലൈഫ് ഈസ് ഹാപ്പിനെസ്, അതെ, ലൈഫ് ഈസ് ഹാപ്പിനെസ്. അതുപോലെ തന്നെ പോരാട്ടവുമാണ്. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് പുതിയ ശിഷ്യന്മാരെങ്ങനെയുണ്ട്? എസ് എഫ് ഐയുടെ ശിവപ്രസാദും ശിവമല്ല, പുതിയ എസ് എഫ് ഐയുടെ നേതൃത്വം കരുത്തരായ നേതൃത്വമാണ്. ഏറ്റവും മികച്ച നിലയിൽ സംഘടനയെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് സമ്മേളനം അവർ നേതൃത്വമായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഏറ്റവും മികച്ച നിലയിൽ തന്നെ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരുപാട് കാലത്തെ എസ് എഫ് ഐ ബന്ധത്തിൻ്റെ ഒരു വല്ലാത്ത വേദനയോടെയുള്ള പടിയിറക്കത്തിൻ്റെ ആ വീഡിയോ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നൊരു, മറ്റതൊക്കെ ഇങ്ങനെ ഒരു വളരെ സമരരംഗത്ത് നിൽക്കുന്നൊരു ആർഷോയാണ് കണ്ടത്. അന്ന് സമ്മേളനം കഴിയുമ്പോൾ വളരെ സങ്കടപ്പെട്ട് വേദനയോടെ എസ് എഫ് ഐയിൽ നിന്ന് ഇറങ്ങുന്ന ആർഷോയാണ് കണ്ടത്. അല്ല, അത് സ്വാഭാവികമായിട്ട് എസ് എഫ് ഐ ആയിരുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. എത്രയൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും എസ് എഫ് ഐ വിടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അത് കുറച്ച് നേരം മാത്രം. നമ്മൾ എന്ത് കഴിഞ്ഞാലും എത്രയൊക്കെ ആയാലും എസ് എഫ് ഐ തന്നെ ആയിട്ടാണല്ലോ ജീവിക്കുക. ഇപ്പോൾ പാർട്ടിയാണ്, അത് നേരത്തെയും പാർട്ടിയാണ്. എന്നിരുന്നാലും ഇപ്പോൾ പാർട്ടി ഉൾപ്പെടെ നമ്മൾ പാർട്ടി പ്രവർത്തനം നടത്തുക, മറ്റ് സംഘടനാ പ്രവർത്തനം നടത്തുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എസ് എഫ് ഐ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആ ഒരു ആവേശത്തിൽ അങ്ങനെ ആർഷോ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ പച്ച ഷർട്ടുകാരനെ പച്ചക്കര മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കുന്ന ആർഷോയെ ഒന്ന് സംസാരിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ, കാണാം. ഓക്കെ, റൈറ്റ്.